മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട MLA ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങും. MLA ഗോത്ര തലവന്മാരുമായുള്ള ചർച്ചയാണ് ആദ്യം നടക്കുന്നത്. എംബസിയുടെ സഹായത്തോടെയാണ് ചർച്ച നടക്കുക. വരും ദിവസങ്ങളിൽ യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബാംഗങ്ങളുമായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ചർച്ച നടത്തും. 12 വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ പ്രേമകുമാരി പ്രാദേശിക സമയം 10:30 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രേമകുമാരി തലസ്ഥാനമായ സനയിലെ ജയിലിലെത്തി മകളെ കണ്ടിരുന്നു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന തമിഴ്നാട് സ്വദേശി യമനിൽ ജോലി ചെയ്യുന്ന സാമുവൽ ജെറോമിനും ഇന്ത്യൻ എംബസിയിലെ 2 ജീവനക്കാർക്കൊപ്പമാണ് പ്രേമകുമാരി ജയിലിലെത്തിയത്. 4 പേരുടെയും ഫോണുകൾ ജയിൽ അധികൃതർ വാങ്ങിവെച്ചു. പ്രത്യേക മുറിയിലായിരുന്നു കൂടിക്കാഴ്ച. മകളെ കണ്ട പ്രേമകുമാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മയെ മകൾ വാരിപ്പുണർന്നു. ഇരുവരും പൊട്ടിക്കരഞ്ഞു. എംബസി ജീവനക്കാരൻ നെഫിയയും ജീവനക്കാരി ദുഹയും സാമുവൽ ജെറോമും ജയിലിന് പുറത്തിറങ്ങി. എംബസി ജീവനക്കാർ നൽകിയ ഭക്ഷണം അമ്മയും മകളും ഒന്നിച്ചിരുന്ന് കഴിച്ചു. നിമിഷയെ വീണ്ടും കാണാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്നായിരുന്നു പ്രേമകുമാരി വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിച്ചത്. പർദ്ദയണിഞ്ഞു വന്ന മകളെ തനിക്ക് ദൂരെ നിന്നേ തിരിച്ചറിയാനായി. ജയിലിലുള്ളവർ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. യമനോട് നന്ദിയുണ്ടെന്നും പ്രേമകുമാരി പറഞ്ഞു. തന്നെ കണ്ടതും മമ്മി എന്ന് വിളിച്ച് മകൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കല്യാണം കഴിച്ചുപോയ ശേഷം ആദ്യമായിട്ടാണ് മകളെ കാണുന്നതെന്നും അവർ വ്യക്തമാക്കി. 2017 തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ടത്. ഇയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ ശിക്ഷയിളവ് ലഭിക്കും. 2012 പ്രേമകുമാരി നിമിഷപ്രിയയും അവസാനമായി കണ്ടത്. അതിനുശേഷം നിമിഷപ്രിയ നാട്ടിൽ വന്നെങ്കിലും ഇരുവർക്കും തമ്മിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. നിലവിൽ യമനിലെ സർക്കാരുമായി ഇന്ത്യക്ക് ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ല. യമനിലെ ആഭ്യന്തര സാഹചര്യങ്ങൾ കാരണം എംബസി ജിബൂട്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് യമനിലെ ചർച്ചകൾക്കുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദിനി കൊല്ലപ്പെട്ട കേസിൽ ലഭിച്ച വധശിക്ഷയിൽ ഇളവ് നൽകണമെന്ന നിമിഷപ്രിയയുടെ ആവശ്യം നേരത്തെ യമൻ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ശരിയത്ത് നിയമപ്രകാരമുള്ള ബ്ലഡ് മണി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹീദിന്റെ കുടുംബം സ്വീകരിച്ചാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ വാദം. ശനിയാഴ്ച പ്രേമകുമാരി കൊച്ചിയിൽ നിന്ന് ഏതനിലേക്ക് വിമാനം കയറിയത്. ഇവിടെ നിന്ന് റോഡ് മാർഗം 12 മണിക്കൂർ സഞ്ചരിച്ച് തിങ്കളാഴ്ച രാവിലെ 9:00 സനയിലെത്തി. നിമിഷപ്രിയയെ കാണാനുള്ള അനുമതിക്കായി അപേക്ഷ നൽകി. ബുധനാഴ്ച ഉച്ചയോടെയാണ് ഇവർക്ക് അനുമതി ലഭിച്ചത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദിനി 2017 കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയും നഴ്സുമായ നിമിഷപ്രിയ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി. ആഭ്യന്തര യുദ്ധം കലുഷിതമായ യമൻ തലസ്ഥാനമായ സന ഇപ്പോൾ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ്. യമനിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ പ്രവർത്തിക്കുന്നതും അയൽരാജ്യമായ ജിബൂട്ടിയിലാണ്.